Good morning, all of you. Welcome to business management class. Today, we are discuss about what you mean by business and what are the concepts of management. You know what you mean by the management also. Yesterday, we are discuss about the previous knowledge relating with the business, commerce, capital, and Henry Fayol principles. Today, we are discuss related with the management concept. So, first of all, welcome to the new class under the topic business management. Good morning, all of you. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് ബിസിനസ് എന്നും എന്താണ് മാനേജ്മെൻറ്റ് എന്നതിനെക്കുറിച്ചുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ എഴുതിപ്പിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രീവിയസ് നോളജ് ഞാൻ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് എന്ന ടേം എങ്ങനെ വന്നു, അതിൻ്റെ കുറച്ച് കൺസെപ്റ്റ്, ഒരുപാട് കൺസെപ്റ്റിലൂടെയാണ് മാനേജ്മെൻറ്റ് എന്ന ടേം വന്നത്. പല കൺസെപ്റ്റ് ഉണ്ട്. പല രീതിയിലാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ കൺസെപ്റ്റ് വഴിയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നിട്ടുള്ളത്, അതോ ഏതൊക്കെ കൺസെപ്റ്റ് വഴിയാണ് മാനേജ്മെൻറ്റിന് പല ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ്സിലെ വീഡിയോയിൽ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം ഏതൊക്കെ കൺസെപ്റ്റിലൂടെയാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ കൺസെപ്റ്റാണ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്ത കൺസെപ്റ്റാണ് ഫങ്ഷണൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് ഫങ്ഷൻസൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോ ആ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, നമ്മുടെ ബിസിനസ്സിൽ ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്തൊരു പേരാണ് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ, ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. ഹെൻറി ഫയോൾ മാനേജ്മെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ടു മാനേജ്, ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് കൺട്രോൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റ് ചെയ്യലാണ്, പ്ലാൻ ചെയ്യലാണ്, ഓർഗനൈസ് ചെയ്യലാണ്, കമാൻഡ് ചെയ്യലാണ്, കോർഡിനേറ്റ് ചെയ്യലാണ്, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചേർന്നാലാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞിട്ടുള്ളത് അണ്ടർ ഫങ്ഷണൽ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ദ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റാണ്. അണ്ടർ ദിസ് കൺസെപ്റ്റ് ദ ഫേമസ് business man Lawrence A. Appy defines, you know this definition because the definition is famous one. Management is getting things done through the efforts of other people. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ലോറൻസ് എ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ്മാൻ്റെ ഡെഫിനിഷനാണ്. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തിങ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളുടെ എഫേർട്ട് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു തിങ്സ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഹ്യൂമൻ റിലേഷൻ കൺസെപ്റ്റിൽ ലോറൻസ് എ അപ്ലൈ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ടു ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്, റോസ്മോർ ഒരു ബിസിനസ് മാനേജ്മെൻറ്റാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുക എന്നാണ്. അതാണ് മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കൺസെപ്റ്റാണ് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റ്. അണ്ടർ ദിസ് കൺസെപ്റ്റ് FW ടൈലർ, സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് FW ടൈലർ. Management is the art of knowing what you want
to do and then seeing that it is done in the best and cheapest way. എന്താണ് മാനേജ്മെൻ്റ് എന്നാണ്? ഇറ്റ് ഈസ് ആർട്ട് ഓഫ് നോയിങ്. ഒരു ആർട്ടാണ് മാനേജ്മെൻറ്റ്. വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ബെസ്റ്റും ആയിരിക്കണം, ചീപ്പസ്റ്റ് വേ ആയിട്ടുള്ള ഒരു വേ കൂടെ നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കുന്ന ഒരു ആർട്ടിനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് പ്രൊഡക്ടിവിറ്റി കൺസെപ്റ്റിൽ FW ടൈലർ പറഞ്ഞിട്ടുള്ളത്. ദെൻ മറ്റൊരു കൺസെപ്റ്റാണ് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഇൻ്റഗ്രേറ്റ്സ് മെൻ ആൻഡ് ഫിസിക്കൽ പ്ലാൻ ഇൻ ടു ആൻ എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്. ഒരു സ്ഥാപനത്തിൽ മെൻ എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സും ഉണ്ടാവും. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലാണ് ആ രണ്ട് റിസോഴ്സിനെയും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റ് പറയുന്നത്. സോ ഇത്രയും കൺസെപ്റ്റുകളാണുള്ളത്. ഇതിൽ ഒരുപാട് ആളുകൾ പല രീതിയിൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തതാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരും. സോ അക്കോർഡിംഗ് ടു ലോറൻസ് എ അപ്ലൈ ഡിഫൈൻസ് മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. അങ്ങനെ ഏതെങ്കിലും ഒരു ഡെഫിനിഷനും നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ ഡിഫൈൻ ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേരും നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രോസസ്സ്. ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താ, അതിനൊരു സ്റ്റാർട്ടിങ്ങും ഉണ്ടാവും, അതിനൊരു എൻഡിങ്ങും ഉണ്ടാവും. മാനേജ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് പ്ലാനിങ്, പ്രൈമറി ഫങ്ഷൻ അല്ലേ? പ്ലാനിങ്ങിലൂടെയാണ് മാനേജ്മെൻറ്റ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സൊസൈറ്റി. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മാൻ, മെറ്റീരിയൽ, മെഷീൻസ് അല്ലേ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് മെന്നാണ്, മെറ്റീരിയലാണ്, മെഷീൻസാണ്. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിലുള്ള ഒരു പ്രോസസ്സാണ്, സോഷ്യൽ പ്രോസസ്സാണ്. ഇത് മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന ഒരു പ്രോസസ്സാണ്. തേർഡ് വൺ, ഇൻ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സ്. നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സ്, ഓർഗനൈസേഷനിലുള്ള ഒരു സ്ഥാപനത്തിലുള്ള മുഴുവൻ റിസോഴ്സിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മളൊരു കൺസെപ്റ്റ് തന്നെ പറഞ്ഞു, മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് മാനേജ്മെൻറ്റിലൂടെയാണ്. നമ്മൾ തീരുമാനം എടുക്കുക, പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്താണ് നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുക. ദെൻ ലീഡർഷിപ്പ്. എ ബെസ്റ്റ് മാനേജർ ഈസ് ആൻ എ ബെസ്റ്റ് ലീഡർ. ഒരു ബെസ്റ്റ് മാനേജർ ആയിരിക്കും ഒരു ബെസ്റ്റ് ലീഡർ എന്ന് പറയുന്നത്. കാരണം അയാൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. സോ എ ബെസ്റ്റ് മാനേജർ ഈസ് എ ബെസ്റ്റ് ലീഡർ. ദാറ്റ്സ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ്, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ മാത്രം അല്ലെങ്കിൽ ഒരു മേഖലയിൽ മാത്രം ആവശ്യമായി വരുന്ന ഒരു ടേമല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റാലിറ്റിയിൽ മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്, ദെൻ ഷിപ്പിങ്ങിൽ മാനേജ്മെൻറ്റ് ആവശ്യമുണ്ട്. നമ്മളെ സ്വന്തം വീടിൽ വരെ അല്ലെ വീടുകളിൽ വരെ നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം ആവശ്യമുണ്ട്. നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും. സോ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറിയാണ്. ഏത് മേഖലയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കൺസെപ്റ്റാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ യൂണിവേഴ്സാലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആപ്ലിക്കബിളാണ്. എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമുക്ക് പോയിട്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് യൂണിവേഴ്സലി ആപ്ലിക്കബിളാണ്. മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ജോലിയെ പ്രൊഫഷൻ എന്ന് പറയാൻ കാരണം അതിനൊരു സ്പെസിഫൈഡ് സ്കില്ല് നോളജും ഉള്ള വ്യക്തികളെയാണ് നമ്മൾ പ്രൊഫഷണലിസ്റ്റ് എന്ന് പറയുക. സോ മാനേജ്മെൻറ്റിലും സ്പെസിഫൈഡ് സ്കിൽ ആൻഡ് നോളജ് വേണം. ഒന്നാമത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം. മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് ആൻഡ് ടൂൾസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. അത്തരം ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റൂ.
അതുകൊണ്ടാണ് എ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് സ്കിൽ ആൻഡ് നോളജ് നമുക്കുണ്ടായിരിക്കണം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് സയൻസ് ആൻഡ് ആർട്ട്. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചാൽ മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട്. മാനേജ്മെൻറ്റ് ഈസ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് എന്ന് പറയുന്ന ടേം, സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ കുറേ പ്രിൻസിപ്പിൾസും ഒരുപാട് എക്സ്പെരിമെൻറ്റിലും ഒക്കെ ആയിട്ടാണ് സയൻസ് ഫോളോ ചെയ്യാറ്. ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ ആർട്ടിങ് നോളജ് അപ്ലൈ ചെയ്യാറുണ്ട്. സോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് പറയാൻ കാരണം. മാനേജ്മെൻറ്റിൽ കുറേ എക്സ്പെരിമെൻ്റൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് പറയാൻ കാരണം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് എന്ന് പറയാൻ കാരണം മാനേജ്മെൻറ്റ് ഈസ് എ യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ. എല്ലാ മേഖലയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു നേച്ചറാണ് റിലേറ്റീവ്, നോട്ട് ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രിൻസിപ്പിളാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പ്രിൻസിപ്പിളൊക്കെ ഫോളോ ചെയ്താണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷെ ഒരു ആബ്സല്യൂട്ട് പ്രിൻസിപ്പിളല്ല. ദെൻ ഡൈനാമിക് നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾ. ഡൈനാമിക്കാണ്, ഡൈനാമിക് നാച്ചറാണ് പ്രിൻസിപ്പിളിൻ്റെ നാച്ചർ എന്ന് പറയുന്നത്. ഡൈനാമിക് ആയിട്ടാണ് മാനേജ്മെൻറ്റ് പോകുക. സോ ഇതാണ് നാച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന പ്രധാന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് സയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്ന ഒരു പോയിൻ്റാണ്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് വിളിക്കാൻ കാരണമെന്ത്? സിസ്റ്റമാറ്റിക് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിൽ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ഡിസിഷൻ മേക്കിംഗ്. സയൻസ് എന്ന് പറയുന്ന മേഖലയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒരു അൺസിസ്റ്റമാറ്റിക് ഡിസിഷൻ മേക്കിംഗ് എടുക്കില്ല. കാരണം ഒരു സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അതിനൊരു സിസ്റ്റമാറ്റിക് വേ ആൻഡ് പ്രൊസീജിയർ ഉണ്ടാവും സയൻസിൽ. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റിലും നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും അതിനൊരു സിസ്റ്റമാറ്റിക് വേ ആൻഡ് പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ദെൻ ഔട്ട്പുട്ട് മേ വേരി, ദ ഇൻപുട്ട് ബീങ് ദ സെയിം. സയൻസിൽ നിങ്ങൾക്കറിയാം H2O എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ നമുക്ക് എന്തായി, ജലം എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് കിട്ടും. അതിലെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നാൽ H2O. മേ ബി 3 ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞു, ഇൻപുട്ടിൽ വല്ല മാറ്റമൊന്നുമില്ല, ഒരു കൗണ്ട് മാത്രമേ മാറ്റുള്ളൂ. 3 ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാകുമ്പോൾ H3O എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടറല്ല, മറ്റൊരു സാധനം കിട്ടുക. സോ ഇൻപുട്ട് മാറിയാൽ ഔട്ട്പുട്ട് മേ വേരി. ഔട്ട്പുട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇൻപുട്ടിൽ വലിയ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല, ഇൻപുട്ട് ബീങ് ദ സെയിം. അത് സയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൗണ്ട് മാറിയാൽ മതി, ഔട്ട്പുട്ടിൽ വലിയൊരു വേരിയേഷൻ സംഭവിക്കും. ഇതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് തിയറീസിനോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടൂൾസിനോ ഒന്നും മാറ്റം ഉണ്ടാവില്ല. പക്ഷേ ഔട്ട്പുട്ടിൽ ചേഞ്ചസ് സംഭവിച്ചിരിക്കും. നമ്മളത് ഏത് മേഖലയിൽ കൂടെയാണ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് മാനേജ്മെൻറ്റ് പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇൻപുട്ടിൽ വലിയ ചേഞ്ചസ് വരുത്താതെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ വലിയൊരു ചേഞ്ചസ് വരുത്താൻ സംഭവിക്കും. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ് എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്സ് ആർ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ്. കാരണം സയൻസിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ കേരളത്തിലെ ഒരു സയൻസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താലും കേരളത്തിന് പുറത്തൊരു സയൻസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താലും അത് സെയിം ആയിരിക്കും. ഇപ്പോൾ കേരളത്തിലെ H2O എന്ന് പറഞ്ഞാൽ ജലമാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് കേരള നമ്മൾ ഗൾഫ് പോയിട്ട് H2O കാണിച്ചാലും അതും ജലം തന്നെയായിരിക്കും. അതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ഇൻ സയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും. കേരളത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് തന്നെയാണ്. അത് തന്നെയാണ് ഔട്ട് ഓഫ് കേരള പോയാലും നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ആപ്ലിക്കബിൾ ആണ്. ദെൻ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ്സ് ആർ യൂണിവേഴ്സലി ഫോളോവുഡ്. മാനേജ്മെൻറ്റ് പ്രോസസ്സും യൂണിവേഴ്സലി ഫോളോവുഡ് ആണ്, സയൻസിൻ്റെ പ്രോസസ്സും യൂണിവേഴ്സലി ഫോളോവുഡ് ആണ്. സോ ഇതൊക്കെ കൊണ്ടാണ് മാനേജ്മെൻറ്റിനെ നമ്മളൊരു സയൻസ് എന്ന് പറയാൻ കാരണം. ദെൻ മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് ഓർ സയൻസ്. മാനേജ്മെൻറ്റ് ആർട്ടാണോ അല്ലെങ്കിൽ സയൻസ് ആണോ, അങ്ങനെ കുറേ ടേമുകൾ അല്ലെങ്കിൽ കുറേ ഡിസ്കഷൻസുകളൊക്കെ പണ്ട് മുതലേ വരാറുണ്ട്. മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണോ? എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആർട്ടിലൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിരിക്കണം അല്ലേ? മാനേജ്മെൻറ്റിലും ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. ആ പിക്ചർ നോക്കുക. മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് ആർട്ട് ഓഫ് ആർട്ട് ബിക്കോസ് ഓർഗനൈസ് ആൻഡ് യൂസസ് ഹ്യൂമൻ ടാലൻറ്റ്. ആർട്ട് ഓഫ് ആർട്ടാണ് മാനേജ്മെൻറ്റ് അല്ലേ?
ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക. ഹ്യൂമൻ ടാലൻറ്റ്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻസിൻ്റെ ടാലൻറ്റ് ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആർട്ടിൻ്റെ ആ കോളംസ് ഒന്ന് നോക്കുക, അതിലെ പിക്ചറൈസേഷൻ നോക്കുക. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ നോളജ്. മാനേജ്മെൻറ്റിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. MBA BBA നിങ്ങൾ അത്തരം നോളജൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്. ആ ഒരു പ്രാക്ടിക്കൽ നോളജാണ്, എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു നോളജാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പഠിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ല, അത് അപ്ലൈ ചെയ്യണം. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്. ആർട്ടിലും ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. പേഴ്സണൽ സ്കിൽ പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമുക്ക് കുറേ പേഴ്സണൽ സ്കില്ലുണ്ട്. ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും നമുക്ക് പഠിച്ചാൽ മാത്രം കിട്ടുന്ന സാധനമല്ല. ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, ഒരു ലീഡർഷിപ്പ് സ്കിൽ, ഒരു തിങ്കിങ് കപ്പാസിറ്റി, ഇതൊക്കെ ഒരു മാനേജറെ അല്ലെങ്കിൽ ഒരു മാനേജറെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. നിർബന്ധമായും വേണ്ട കുറച്ച് ക്വാളിഫിക്കേഷനാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ. അത് നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഒരാളോട് സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരാളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈസ് നോട്ട് എ ബെസ്റ്റ് മാനേജർ. സോ നല്ല കുറച്ച് പേഴ്സണൽ സ്കില്ലുണ്ടായിരിക്കണം. അത് തന്നെയാണ് ആർട്ടിൻ്റെ പ്രശ്നം. ആർട്ടിലും നമുക്ക് പേഴ്സണൽ സ്കില്ലുണ്ടായിരിക്കണം. ദെൻ ക്രിയേറ്റിവിറ്റി. ആർട്ട് ഈസ് ആൾസോ ഹാവ് ക്രിയേറ്റിവിറ്റി. ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. മാനേജ്മെൻറ്റിലും ക്രിയേറ്റിവിറ്റിയാണ്. ഓരോ മാനേജറുടെയും ഓരോ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. നമ്മുടെ ബിസിനസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ വാല്യൂഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഐഡിയാസ് എന്ന് പറയുന്നത്. കാരണം ഒരു കോമ്പറ്റീറ്റീവ് മേഖലയിൽ ഐഡിയാസിന് വളരെ പ്രാധാന്യം. അപ്പോൾ ഐഡിയ വേണം. നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല മാനേജർ ആകാൻ പറ്റൂ. ദെൻ പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസസ്. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. അത് ആർട്ടായാലും നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ പെട്ടെന്നൊരു ചിത്രം വരച്ചെന്ന് വിചാരിച്ച് നമുക്ക് അത് പെർഫെക്ഷൻ ആയെന്ന് വരില്ല. പക്ഷേ നമ്മളത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് മാനേജ്മെൻറ്റിലും. നമ്മൾ ഒരു കാര്യം ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ ആ മാനേജ്മെൻറ്റിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. ഗോൾ ഓറിയൻറ്റഡ്. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ്. നമുക്കൊരു ലക്ഷ്യം നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ആർട്ടായാലും നമുക്കൊരു ഗോൾ ഓറിയൻറ്റഡ് ഉണ്ട്. നമ്മളെ മുന്നിലൊരു കാര്യമുണ്ട്, അത് ചെയ്തു തീർക്കാനാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് ആർട്ട് എന്ന് പറയാൻ കാരണം. ദെൻ ഓർ സയൻസ്. സയൻസിൻ്റെ നോക്കുക. ഹൗ മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. മാനേജ്മെൻറ്റ് ഫോളോസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു ഫൈൻഡ് എ പോസിബിൾ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം. ഒരു സ്ഥാപനത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ, ആ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മാനേജേഴ്സ് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നല്ലൊരു സൊല്യൂഷൻ ഒരു മാനേജർ എടുക്കും. ഒരു ബെസ്റ്റ് മാനേജർ ആണെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും. ഇത് തന്നെയാണ് സയൻസിലും ഉണ്ടാക്കാറ്. സയൻസിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു എക്സ്പെരിമെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി ഒരു നല്ലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾക്കറിയാം അല്ലേ, പല സയൻസുകാരും ഓരോ ആക്ടിവിറ്റീസ്, ഓരോ പ്രൊഡക്റ്റുകൾ, ഓരോ തിയറീസോ കണ്ടുപിടിച്ചത് ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. സർ ഐസക് ന്യൂട്ടൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അദ്ദേഹം ഒരു മൈതാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ആപ്പിൾ വീണപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ മുകളിലോട്ട് പോയിട്ടില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചതാണ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ തുടങ്ങി. സോ അതിൽ നിന്നാണ് ഒരു സൊല്യൂഷൻ വന്നത്. സോ മാനേജ്മെൻറ്റിൽ ഇങ്ങനെയാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി മാനേജേഴ്സ് ശ്രമിക്കും. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കൺസെപ്റ്റ്. മാനേജ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ സ്ലൈഡ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൺസെപ്റ്റുകളുടെ മുകളിലാണ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. സയൻസും അങ്ങനെയാണ്, ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ്. സയൻസിലും അങ്ങനെയാണ്, ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരുപാട് മെത്തേഡ് ഉണ്ട്. ദെൻ തിയറീസ്. മാനേജ്മെൻറ്റിൽ ഒരുപാട് തിയറീസ് ഉണ്ട്, പല ആളുകളും പല രീതിയിൽ. നിങ്ങൾക്ക് അറിയുന്ന തിയറീസ് ഒന്ന് ഞാൻ പറയാം. അബ്രഹാം എച്ച് മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി, ഒരു മാനേജ്മെൻറ്റ് തിയറിയാണ്. അതുപോലെ സയൻസിലും ഒരുപാട് തിയറീസ് ഉണ്ട്. ഓരോ തിയറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യൂട്ടൺ തിയറി, ജൂൾ ലോസ്, അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഈസ് ആൾസോ എ സയൻസ് എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് നോളജ്. ഒരു നോളജ് ഉണ്ട്, ഓർഗനൈസ്ഡ് നോളജ്. അത് സയൻസിനും ഉണ്ട്, മാനേജ്മെൻറ്റിനും ഉണ്ട്. ദെൻ പ്രാക്ടീസ്.
സയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാക്ടീസിൻ്റെ ഫലമായി കിട്ടുന്ന റിസൾട്ടാണ് ഒരു സയൻറ്റിഫിക് റിസൾട്ട്, ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്തിയ. മാനേജ്മെൻറ്റിൽ അങ്ങനെയാണ്, ഒരുപാട് പ്രാക്ടീസ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുക. സോ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ നമ്മൾ ഒന്നെങ്കിൽ ആർട്ട് അതല്ലെങ്കിൽ സയൻസ് എന്ന് പറയാൻ കാരണം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലാണ് ഇമ്പോർട്ടൻസ് നോക്കുക. മാനേജ്മെൻറ്റ് മീറ്റ്സ് ദ ചലഞ്ച് ഓഫ് ചേഞ്ച്. നല്ലൊരു മാനേജ്മെൻ്റ് ആണെങ്കിൽ ചലഞ്ച് ഓഫ് ചേഞ്ച്, മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ, ഓരോ മാർക്കറ്റും ചേഞ്ച് ടു ചേഞ്ച് ആണ്, ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാർക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മീറ്റ് ചെയ്യാൻ ഒരു പെർഫെക്റ്റ് മാനേജ്മെൻറ്റിന് സാധിക്കും. സെക്കൻഡ് വൺ, അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ. ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലക്ഷ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്കല്ല. ആ ബിസിനസ്സിലുള്ള ഓരോ എംപ്ലോയീസും ഒരുമിച്ച് ജോലി ചെയ്താൽ മാത്രമേ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു നല്ലൊരു ഓർഗനൈസിങ് ടീം വേണം, നല്ലൊരു മാനേജർ വേണം. അതുകൊണ്ടാണ് അക്കോംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ബിസിനസ്. ഒരു നല്ലൊരു ലീഡർ അല്ലെങ്കിൽ നല്ലൊരു മാനേജർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിലെ റിസോഴ്സസൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. ദെൻ എഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് ബിസിനസ്. അത് നമുക്കറിയാം, നല്ലൊരു ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഫങ്ഷനിങ് നടക്കൂ. നല്ലൊരു മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസും പെർഫെക്റ്റായിട്ട് നടക്കൂ. റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. പെർഫെക്റ്റായിട്ട് റിസോഴ്സുകൾ അക്വയർ ചെയ്യാനും ലഭിച്ച റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യാനും ഒരു പെർഫെക്റ്റ് മാനേജ്മെൻറ്റിന് മാത്രമേ സാധിക്കൂ. സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കൺട്രോളിങ്, നല്ലൊരു കമാൻഡിങ് പവർ, നല്ലൊരു ഹെഡ്സ് ഓഫ് ടീം അല്ലെങ്കിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റ്സ്, അത്തരം ഒരു ടീം വർക്കിന് മാത്രമേ ഒരു സൗണ്ട് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റൂ. സോ ഒരു പെർഫെക്റ്റ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഒരു സൗണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അവിടെ ഉണ്ടാവും. മാനേജ്മെൻറ്റ് ഡയറക്ട്സ് ദ ഓർഗനൈസേഷൻ. ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇൻ്റഗ്രേറ്റ്സ് വേരിയസ് ഇൻട്രസ്റ്റ്. പല ആളുകളും പല ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും. ഒരു സ്ഥാപനത്തിലുള്ള പല ആളുകൾക്കും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ്, പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ളവരായിരിക്കും. അവരെല്ലാവരും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ ഒരു കോമൺ ഗോളിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മാനേജറുടെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി ആയിരിക്കും, ഇന്നോവേഷൻ, കോർഡിനേഷൻ ആൻഡ് ടീം സ്പിരിറ്റ്, ടേക്കിംഗ് പ്രോബ്ലംസ്, എ ടൂൾ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസാണ്. ഓരോ എംപ്ലോയീസിൻ്റെയും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, പ്രോബ്ലംസ് ടേക്ക് ചെയ്യുക, പിന്നെ കോർഡിനേഷൻ നടത്തുക, കോർഡിനേഷൻ ചെയ്യുക, ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഏരിയാസായിട്ട് നമുക്ക് പറയാം. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏരിയയാണ്. നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് 3 ലെവലായിട്ടാണ് നമ്മൾ തിരിക്കുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക. ഒരു ഇമ്പോർട്ടൻസ് ഏരിയ ആണ്. 3 ലെവൽസാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ. ഫസ്റ്റ് വൺ ഒരു പിരമിഡ് ആകൃതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് ദ ടോപ്പ് ലെവൽ, സെക്കൻഡ് വൺ ഈസ് ദ മിഡിൽ ലെവൽ, തേർഡ് വൺ ഈസ് ദ ലോവർ ലെവൽ. സോ ടോപ്പ് ലെവലിൽ ഉൾപ്പെടുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, ചീഫ് സെയിൽസ് ഓഫീസർ, ചീഫ് ടെക്നോളജി ഓഫീസർ, പ്രസിഡൻറ്റ്, മാനേജിംഗ് ഡയറക്ടർ. ഇത്രയും ആളുകളാണ് ഏറ്റവും ടോപ്പ് ലെവൽ ഉണ്ടാകുക. ഇവരാണ് ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ആ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കണം, ആ സ്ഥാപനത്തിൻ്റെ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ആളുകളാണ് ടോപ്പ് ലെവൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ തൊട്ട് താഴെ മിഡിൽ ലെവലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കുക. മാർക്കറ്റിംഗ് മാനേജേഴ്സ്, പർച്ചേസ് ഹെഡ്, സെയിൽസ് മാനേജേഴ്സ്, ഓപ്പറേഷൻ മാനേജേഴ്സ്, ബ്രാഞ്ച് മാനേജേഴ്സ്, ഫിനാൻസ് മാനേജേഴ്സ്. ഇവരൊക്കെയാണ് മിഡിൽ ലെവൽ. അതായത് ടോപ്പ് ലെവലിൽ തരുന്ന അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നൽകുന്ന ഫങ്ഷൻ അനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ലെവലാണ് ലോവർ ലെവൽ. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും താഴെയായി കാണപ്പെടുന്ന ലെവൽ. സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ക്ലർക്ക്, ജൂനിയർ മാനേജേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്. ഇവരൊക്കെയാണ് ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഫോർമാൻ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, ജൂനിയർ മാനേജേഴ്സ് ഉണ്ട്, ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ഇത്രയും ആളുകൾ ഉൾപ്പെടുന്നതാണ്
ലോവർ ലെവൽ മാനേജേഴ്സ്, ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ. സോ ഇതൊരു പിരമിഡ് പോലെ തന്നെയാണ്. ഒരു സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ലോവർ ലെവലാണ്, പിന്നെ ഉണ്ടാകുക മിഡിൽ ലെവലാണ്. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളെ ഉണ്ടാകും. അതാണ് ഏറ്റവും കോർണറിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ടോപ്പ് കോർണറിലേക്ക് എത്തുമ്പോൾ ആളുകൾ കുറഞ്ഞു വരും. സോ ദാറ്റ്സ് ആർ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത്രയും ഏരിയാസാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് കൂടി. ഓക്കെ, താങ്ക് യു.